പാങ്ങോട്ടെ തെളിവെടുപ്പിന് ശേഷം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ അവിടെ നിന്ന് തിരികെ കൊണ്ടുപോവുകയാണ്. ഇനി ഒരു പക്ഷേ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലേക്കായിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നത്. അമൽ തേനുംപറമ്പിൽ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേർന്നുണ്ട്. അമൽ, പാങ്ങോട്ടെ തെളിവെടുപ്പ് പൂർത്തിയായോ? ഇപ്പോൾ പ്രതിയുമായി വെഞ്ഞാറമൂട്ടെ വീട്ടിലേക്കാണോ പോകുന്നത്? പാങ്ങോട് സൽമാ ബീവിയുടെ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ അഫാനെയും കൊണ്ട് പോലീസ് വെഞ്ഞാറമൂടുള്ള വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ പാങ്ങോടത്തെ വീട്ടിലെത്തിയപ്പോൾ വലിയ ജനക്കൂട്ടമായിരുന്നു. ആ ജനക്കൂട്ടത്തിന് നടുവിലൂടെയാണ് അഫാനെ അവിടേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. വലിയ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമോ പ്രകോപനമോ ഒക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന് പോലീസ് ആശങ്കപ്പെട്ടു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അഫാനെ അവിടെ കൊണ്ട് വന്ന് എത്തിച്ച് തെളിവെടുത്ത് മടങ്ങാൻ പോലീസിനായി. ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമാണ് ഈ പാങ്ങോടത്തെ വീട്ടിലെ തെളിവെടുപ്പ് നീണ്ടത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് അവിടെ നിന്നും ചോദിച്ചറിയാൻ ഉണ്ടായിരുന്നില്ല. കൊലപാതകം നടത്താൻ ഉപയോഗിച്ച ചുറ്റിക അടക്കമുള്ള വസ്തുക്കൾ അഫാൻ നേരെ കൊണ്ടുപോയത് ഇപ്പോൾ നമ്മൾ പോകുന്ന വെഞ്ഞാറമൂടുള്ള അഫാന്റെ വീട്ടിലേക്കാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരു ഫിനാൻസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ നടന്നിരുന്നു. ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അഫാൻ അവിടെ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഫിനാൻസ് സ്ഥാപനത്തിൽ ഇറക്കി തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ നാട്ടുകാർ സംഘടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് അത് ഒഴിവാക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതോടൊപ്പം അഫാൻ ഒരു CDMA മെഷീനിൽ കയറി പണം നിക്ഷേപിച്ചിരുന്നു. അപ്പോൾ അവിടെയും ഇറക്കി ഒരു തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. നിലവിൽ എന്തായാലും പാങ്ങോട് നിന്നും വാഹനം ഇപ്പോൾ പോരുകയാണ്. പാങ്ങോട് സിറ്റിയും കടന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോകാനുള്ളത് അഫാന്റെ വീട്ടിലേക്ക്. അതിനിടയ്ക്കുള്ള തെളിവെടുപ്പിന്റെ കാര്യത്തിലാണ് ഇനി കൂടുതൽ വ്യക്തത വേണ്ടത്. വീട്ടിലെത്തിയാലും വെഞ്ഞാറമൂടെ വീട്ടിലെത്തിയാലും തെളിവെടുപ്പ് അധികം സമയം നീളാനുള്ള സാധ്യതയില്ല. ഇരുട്ട് മുൻപ് തെളിവെടുപ്പ് പൂർത്തിയാക്കണം എന്നുള്ളതാണ് നിയമം. അതിനാൽ തന്നെ അതിനു മുൻപ് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി അഫാനെ തിരികെ കൊണ്ടുവരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴെന്തായാലും അഫാനുമായുള്ള പോലീസ് വാഹനം കടന്നു പോകുന്നുണ്ട്. അവിടെയും ഈ വെഞ്ഞാറമൂടത്തെ വീട്ടിലും അവിടേക്ക് എത്തിക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചതിനാൽ തന്നെ അവിടെ കൃത്യമായി തന്നെയുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ ജിബിൻ അവിടേക്ക് എത്തിച്ചേരും. അവിടുത്തെ സാഹചര്യവും നമുക്ക് അല്പസമയങ്ങൾക്കകം അറിയാൻ കഴിയും. അവിടെയാണ് ഏറ്റവും ക്രൂരമായ 2 കൊലപാതകങ്ങളും അതോടൊപ്പം തന്നെ ഒരു കൊലപാതക ശ്രമവും നടന്നത്. ആ വീട്ടിലാകും ഏറ്റവും നിർണായകമായ തെളിവുകളുള്ളത്. അവിടെയാണ് അഫാൻ ഇവരെ കൊല്ലാൻ ഉപയോഗിച്ച ഇവരെല്ലാം തലക്കടിച്ച ചുറ്റികയുള്ളത്. അതോടൊപ്പം തന്നെ കഴിച്ചു എന്ന് പറയുന്ന എലിവേഷമുണ്ട്. അങ്ങനെ പല തെളിവുകളും അവിടെ നിന്നും കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷേ അതെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അഫാൻ ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് കുറ്റസമ്മത മൊഴിയായി പറഞ്ഞിട്ടുള്ളതിനാൽ തന്നെ കാര്യങ്ങളിൽ കൂടുതൽ സങ്കീർണത ഉണ്ടാകില്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും പാങ്ങോടും പിന്നിട്ട് പോലീസ് വാഹനം മുന്നോട്ട് പോവുകയാണ്. ആര്യ, ശരി. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. അഫാനുമായി തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാങ്ങോട്ടെ സൽമാ ബീവിയുടെ വീട്ടിൽ നിന്നുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലേക്ക് പോവുകയാണ്.